വൃക്ഷത്തിൻ്റെ മുകളിലേക്ക് കയറുന്ന ഒരു മനുഷ്യൻ മുകളിലേക്ക് കയറാൻ മാത്രമല്ല, അപകടങ്ങളില്ലാതെ തിരിച്ച് മടങ്ങിയിറങ്ങാനും അയാൾ പഠിച്ചിരിക്കണം. ഒരു വാഹനത്തിനു മാത്രം കടന്നു പോകാൻ കഴിയുന്ന ഒരു ഇടവഴി നമ്മൾ കാറുമായി ആ ഇടവഴിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ മുന്നിലേക്കൊരു ലോറി കടന്നു വന്നാൽ മുൻപോട്ട് ഓടിക്കാൻ മാത്രമല്ല നാം പഠിക്കേണ്ടത്, ആ റിവേഴ്സ് ഗിയർ കൊടുത്ത് പിറകിലേക്ക് മതിലുകളും വീടുകളും ഒന്നും തട്ടാതെ അത് പിറകിലേക്ക് എടുക്കാനും നാം പഠിക്കണം. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ജീവിതം എവിടെ നിന്ന് തുടങ്ങിയെന്ന് ചോദിച്ചാൽ, നമ്മുടെയൊക്കെ കൈവശമുള്ള ബർത്ത് സർട്ടിഫിക്കറ്റിൽ നാം ജനിച്ച സമയവും ദിവസവും മണിക്കൂറും സെക്കൻഡും എല്ലാം എഴുതി വച്ചിട്ടുണ്ട്. ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന അന്ന് മുതൽ നാം ഈ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങി. 10, 70, 80 കിലോ ഭാരമുള്ള നല്ല ആരോഗ്യവാന്മാരായി നാം ഈ ലോകത്ത് ജീവിക്കുന്നു. ഈ ലോക ജീവിതത്തിനിടയിൽ മുൻപോട്ട് പോകുന്ന വാഹനം പിറകിലോട്ടെടുക്കേണ്ടി വരുന്നത് പോലെ, വൃക്ഷത്തിൻ്റെ മേളിലേക്ക് കയറുന്ന മനുഷ്യൻ അപകടങ്ങളൊന്നും കൂടാതെ താഴേക്കിറങ്ങാൻ അറിയണമെന്നതുപോലെ ഈ ലോകത്തു നിന്നുള്ള ഒരു വിടവാങ്ങൽ, ഈ ലോകത്തു നിന്നുള്ള ഒരു മടക്കയാത്രയെക്കുറിച്ച് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഓർമ്മയുണ്ടാകണം. ആ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയെ വിസ്മരിപ്പിക്കുന്ന, എല്ലാം മറപ്പിച്ചു കളയുന്ന ദുനിയാവിൻ്റെ ആഡംബരങ്ങളും ഈ ലോകത്തിൻ്റെ ഭൗതികമായ തിമിർപ്പുകളും ഈ ലോകത്തിൻ്റെ സൗന്ദര്യവും സൗരഭ്യവുമെല്ലാം നമ്മെ പരലോകത്തെക്കുറിച്ച്, പടച്ചവനെക്കുറിച്ച്, സൃഷ്ടാവിനെക്കുറിച്ച്, ദൈവബോധമുണ്ടാകുന്നതിനെക്കുറിച്ച് നമ്മെ അശ്രദ്ധമാക്കുന്നു. 50, 60 വർഷം ജീവിക്കുമ്പോൾ സർവേ കല്ല് പാതിരാവിൽ മാറ്റിയിട്ട് അന്യൻ്റെ ഭൂമി കവർന്നെടുക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാം. സാധുവായ ഒരു മനുഷ്യൻ കടയിലേക്ക് കടന്നു വരുമ്പോൾ അവനെ കബളിപ്പിച്ചുകൊണ്ട് കണ്ണു തുറന്നിരിക്കുന്ന ആ സാധുവിൻ്റെ പോക്കറ്റിൽ നിന്ന് തന്ത്രപരമായി അയാളുടെ ധനം തട്ടിയെടുക്കുന്നവരെ കാണാം. ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ഒരു ചെറിയ ഗുളികയിൽ തീരുന്ന പ്രശ്നം എക്സ്റേയും സ്കാനിങ്ങും MRIയും ഒക്കെ മെടിപ്പിച്ച് ഹോസ്പിറ്റലിൻ്റെ AC-യും അതിൻ്റെ സംവിധാനങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി പാവം ഒരു കപ്പലണ്ടി കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്നുപോലും അവൻ്റെ പിച്ചപാത്രത്തിൽ നിന്ന് ആ പിച്ചത്തുട്ടുകൾ നുള്ളിയെടുക്കുന്ന ശതകോടീശ്വരന്മാരെയും നമുക്ക് കാണാം. എന്താണ് ഈ ലോകത്തിൻ്റെ അപകടം? അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതഉൽ ഖുറൂർ. ഈ ലോകം വഞ്ചനയുടെ ചരക്കാണ്. ഈ ലോകം പതിയിരിക്കുന്ന അപകടമാണ്. എന്നാൽ ഈ ലോകത്ത് നിങ്ങൾ സമ്പാദിക്കണ്ട എന്നല്ല, ഈ ലോകത്ത് സുഖാസ്വാദനങ്ങൾ നേടണ്ട എന്നല്ല, അവിടെയൊക്കെയും പടച്ചവനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും നമ്മുടെ മനസ്സ് സ്പന്ദിക്കണം. ആ ഓർമ്മ നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. ആ ഓർമ്മ മറന്നു പോകുമ്പോൾ, നമ്മുടെ ആത്മാവ് വേർപെടുന്ന സമയത്ത് ഏതൊരു മനുഷ്യനും വിലപിച്ചു പോകും, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. ഒരു സെക്കൻഡ്, ഒരു മണിക്കൂർ പടച്ച റബ്ബേ എനിക്ക് തന്നാൽ ഞാൻ കൈക്കൂലി വാങ്ങിക്കൂട്ടിയതിൻ്റെയും, ഞാൻ സ്ഥലങ്ങൾ അപഹരിച്ചതിൻ്റെയും, കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിച്ചതിൻ്റെയും, അഹങ്കാരത്തിൻ്റെയും അഹന്തയുടെയും ധാർഷ്ട്യത്തിൻ്റെയും പേരിൽ സ്വന്തം അനുജൻ ഫോൺ ചെയ്യുമ്പോൾ അവൻ്റെ ഫോണ് ഞാൻ എടുക്കേണ്ടതില്ല. സ്വന്തം കുടുംബത്തിലേക്ക് അന്യരെയും അതുപോലെ സുഹൃത്തുക്കളെയുമൊക്കെ കടത്തിവിട്ട്
ആദരവും ബഹുമാനവുമൊക്കെ അവർക്ക് കൊടുക്കുമ്പോഴും സ്വന്തം അനുജന വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ, സ്വന്തം സഹോദരി വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ പട്ടിയുടെ വില പോലും കൊടുക്കാത്ത ധാർഷ്ട്യത്തിൻ്റെ മനുഷ്യരെയും നമുക്ക് കാണാം. അവർ ഈ ലോകത്തെന്തൊക്കെയോ വെട്ടിപ്പിടിക്കാനും നേടിയെടുക്കാനുമാണ് അവർ ശ്രമിക്കുന്നത്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ ആ വചനം വീണ്ടും നാം ഓർക്കണം. വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ലോകം വഞ്ചനയുടെ ചരക്കാണ്. ഇവിടെ അഹന്തയുടെ, അഹങ്കാരത്തിൻ്റെ, പൊങ്ങച്ചത്തിൻ്റെ, ജാടയുടെ, മേൽക്കോയ്മയുടെ ഒരു കാലത്ത് സമ്പാദിച്ചു കൂട്ടിയ അനന്തര സ്വത്തിൻ്റെ, ധാർഷ്ട്യത്തിൻ്റെ, അഹന്തയുടെ, അഹങ്കാരത്തിൻ്റെ രൂപത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയ സ്തംഭനത്തിലേക്കൊന്നു പോകുന്നത്. ഹോസ്പിറ്റലിൻ്റെ ഡോക്ടർ നമ്മളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതം 4 മാസത്തിൻ്റെ ഉള്ളിലാണെന്ന് പറയുന്നത്. സഹോദരങ്ങളെ, നാം ചിന്തിക്കണം. അപ്രതീക്ഷിതമായി രാത്രി ഒന്നുറങ്ങി എഴുന്നേൽക്കുമ്പോൾ, ഇന്ന് രാവിലെ ഞാൻ നടക്കാൻ പോയപ്പോൾ എനിക്ക് റോഡിൽ കാണാൻ കഴിഞ്ഞത്, എല്ലാ ദിവസവും എന്നെ കൈ കാണിക്കുന്ന സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരൻ്റെ വീട്ടിൽ ഒരാൾക്കൂട്ടം. നടക്കുന്നതിനിടയിൽ എന്താണെന്ന് തിരക്കിയപ്പോൾ എന്നെ എന്നും കൈ കാണിക്കുന്ന ആ സഹോദരൻ്റെ ഫോട്ടോ വീടിൻ്റെ മുന്നിൽ ഒട്ടിച്ചിരിക്കുകയാണ്. ഇന്നലെ രാവിലെ ഞാൻ കണ്ടിരുന്ന സഹോദരൻ രാത്രിയുടെ അന്ത്യായാമങ്ങളിൽ ആ സഹോദരൻ്റെ ശരീരത്തിൻ്റെ ആത്മാവ് പ്രപഞ്ചത്തിൻ്റെ നാഥനായ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോയി. നമ്മുടെ താമസിക്കുന്ന വീടിൻ്റെ ചുറ്റുമുള്ള റെസിഡൻസി അസോസിയേഷൻ്റെ പോസ്റ്റുകളിൽ, അവിടുത്തെ ഇലക്ട്രിക് പോസ്റ്റുകളിൽ നമ്മുടെ ഫോട്ടോ പതിപ്പിക്കുന്ന, നമ്മുടെ വീടിൻ്റെ ഉമ്മറത്തൊരു ടാർപോളിൻ കെട്ടിയിട്ട് നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ശത്രുക്കളും നമ്മളോട് വിയോജിപ്പുള്ളവരുമെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് നമ്മുടെ ശരീരത്തെ എടുത്തുകൊണ്ടുപോകുന്ന ഒരു ദിവസം, ആ മടക്കയാത്രയെക്കുറിച്ചുള്ള ഒരോർമ്മ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ഓരോ നമസ്കാരങ്ങളും സഹോദരങ്ങളെ, സ്വലാത്ത മുവദ്ദിഇൻ, ഇതെൻ്റെ വിടവാങ്ങലിൻ്റെ നമസ്കാരമാണ്. അസർ നമസ്കരിക്കാൻ വേണ്ടി ഞാൻ വുളൂ ചെയ്ത് വീട്ടിൽ നിന്ന് അള്ളാഹുവിൻ്റെ മസ്ജിദിലേക്ക് പോകുമ്പോൾ അഹന്തയും അഹങ്കാരവും പൊങ്ങച്ചവുമില്ലാതെ വൈബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന, അടക്കത്തോടെ ഒതുക്കത്തോടെ വിനയാന്വിതനായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് പോയിട്ട് കൈകെട്ടി നമസ്കരിക്കാൻ പോകുമ്പോൾ നാം ചിന്തിക്കണം, സൊല്ലി സ്വലാത്ത മുവദ്ദിഇൻ, ഇതെൻ്റെ അവസാനത്തെ നമസ്കാരമാണ്. സഹോദരങ്ങളെ, ഒരുപക്ഷെ മഗ്‌രിബിന് നാം ഈ ലോകത്ത് ഉണ്ടായി എന്ന് വരില്ല. ഓരോ നമസ്കാരങ്ങളും അങ്ങനെ ചിട്ടപ്പെടുത്തി, മനസ്സിനെ ശുദ്ധീകരിച്ച്, മനസ്സിനെ നിയന്ത്രിച്ച്, അഹന്തയും അഹങ്കാരങ്ങളും പൊങ്ങച്ചങ്ങളുമില്ലാതെ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന, ഭൂമിയിൽ വിനയാന്വിതരായി സുജൂദിൽ നാം നമ്മുടെ അവയവങ്ങൾ അള്ളാഹുവിലേക്ക് പതിച്ചു വെക്കുമ്പോൾ, റുക്കൂഇലേക്ക് നാം ഒന്ന് കുനിയുമ്പോൾ, അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാണ് വലിയവനെന്ന് പറയുമ്പോൾ, ഞാൻ നിസ്സാരനാണ്, ഒരു ബീജഗണത്തിൽ നിന്ന് ഉമ്മയുടെ ഉദരത്തിൽ ഘട്ടം ഘട്ടമായി വളർന്ന് ഈ ഭൂമിയിൽ